ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. അഖിൽ സാർ ഇല്ലാതെ ഞാൻ പോകുന്നില്ലെന്ന് ശ്യാമ പറയുന്നുണ്ടെങ്കിലും ശ്യാമയെ നിർബന്ധപൂർവ്വം പറഞ്ഞയക്കുകയാണ് അഖിൽ. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയും വിസ്മയയുമാണ്. തിരുവാഭരണം മോഷ്ടിച്ചവർക്ക് കാശ് കൊടുത്ത് സെറ്റിൽ ചെയ്യുകയാണ് ഐശ്വര്യ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ടെന്ന് പറയുമ്പോൾ അവർ പറയുകയാണ്, ഞങ്ങളിപ്പോൾ തന്നെ തമിഴ്നാട്ടിലേക്ക് മുങ്ങുകയാണ്, ഇനി ഞങ്ങളെ ആർക്കും കണ്ടെത്താൻ സാധിക്കില്ല. അങ്ങനെ അവർ പോയതിനു ശേഷം വിസ്മയ പറയുകയാണ്, എന്താണെങ്കിലും ചേച്ചിയുടെ ബുദ്ധി അപാരം തന്നെ. അല്ല, തിരുവാഭരണം പച്ചക്കറിക്കടയിൽ തന്നെയല്ലേ കൊണ്ടുവച്ചത്? അതെ, അവിടെ തന്നെയാണ് കൊണ്ടുവച്ചത്. ഇതോടെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യും, കൂടാതെ പച്ചക്കറി കട പൂട്ടുകയും ചെയ്യും. ഇത് കേൾക്കുന്ന വിസ്മയ ചിരിച്ചുകൊണ്ട് ഐശ്വര്യയെ നോക്കുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലിന്റെ പച്ചക്കറിക്കടയാണ്. അഖില് കടയിൽ നിന്നുകൊണ്ട് വക്കീലിനെ വിളിച്ച് വാസുദേവനെ ഇറക്കുന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. തുടർന്ന് അച്ഛനെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അഖിൽ ആനന്ദവർമ്മയെ വിളിക്കാൻ ഒരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് പോലീസ് ജീപ്പ് വരികയാണ്. തിരുവാഭരണം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു അജ്ഞാത ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കട മുഴുവൻ തിരയണമെന്നും പോലീസുകാരൻ പറയുന്നു. അതിന് ഇവിടെ ഒന്നുമില്ലെന്നൊക്കെ അഖിൽ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പറ്റില്ലെന്ന് പറഞ്ഞ് അവർ അവിടേക്ക് തിരയുകയാണ്. അങ്ങനെ പച്ചക്കറികൾക്കിടയിൽ നിന്നും തിരുവാഭരണത്തിന്റെ പെട്ടി പോലീസുകാർ കണ്ടെടുക്കുകയാണ്. ഇത് കാണുന്ന പ്രസിഡന്റ് പറയുകയാണ്, അപ്പോൾ വാസുദേവനും ഈ ചെറുക്കനും കൂടി എല്ലാം പ്ലാൻ ചെയ്തതാണ്. തുടർന്ന് പോലീസ് അഖിലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. പിന്നീട് കാണിക്കുന്നത് മദ്രാസിൽ നടക്കുന്ന സംഗീത നിശയിൽ പാടുന്ന ശ്യാമയെയാണ്. തന്റെ കണ്ണന് വേണ്ടി മനമുരുകി പാട്ട് പാടുകയാണ് ശ്യാമ. പിന്നീട് കാണിക്കുന്നത് പോലീസുകാര് അഖിലിനെ അറസ്റ്റ് ചെയ്ത് വാസുദേവന്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. എന്താ മോനെ, എന്തു പറ്റിയെന്ന് വാസുദേവൻ ചോദിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം പിന്നെ പറയാമെന്നും നമ്മളെ ആരോ ചതിച്ചതാണ് അച്ഛാ എന്നും അഖിൽ പറയുകയാണ്. ഇത് കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് വാസുദേവൻ. തുടർന്ന് ആ പോലീസുകാരൻ വന്ന് കോൺസ്റ്റബിളിനോട് പറയുകയാണ്, ഇവനെ നന്നായിട്ടൊന്ന് ചോദ്യം ചെയ്താലേ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. അഖിലിനെ കാണാതെ ടെൻഷനോടെ ഇരിക്കുകയാണ് ദേവകിയും അപ്പുവും. അമ്മ വിഷമിക്കാതെ, അഖിൽ സാറ് അച്ഛനെയും കൊണ്ട് വരാമെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ടാകും താമസിക്കുന്നതെന്ന് അപ്പു പറയുന്നു. അതേസമയം ശ്യാമ ദേവകിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അമ്മേ, അഖിൽ സാറിന്റെ ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണല്ലോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അത് പിന്നെ അഖിൽ മോൻ ഇതുവരെ വന്നിട്ടില്ലെന്ന് ദേവകി പറയുന്നു. അല്ല, അച്ഛൻ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇപ്പൊ ഇറങ്ങുമെന്നും അച്ഛനെ കൂട്ടാനായി അഖിൽ മോൻ പോയിരിക്കുകയാണെന്നും ദേവകി ശ്യാമയോട് കള്ളം പറയുന്നു. അമ്മ എന്താണെങ്കിലും അവർ വന്നിട്ട് എന്നെ വിളിക്ക്, അപ്പോൾ വിശേഷങ്ങളെല്ലാം എനിക്ക് പറയാലോ. പിന്നെ അപ്പുവിന് ഒരു ഉണ്ണിക്കണ്ണന്റെ ലോക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന് പറയണം. ഇപ്പോൾ തന്നെ ആ ഫ്ലൈറ്റ്, നാളെ രാവിലെ ഞാൻ അവിടെ എത്തുമെന്ന് പറഞ്ഞ് ശ്യാമ കോള് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ദേവകി പറയുകയാണ്, അവിടുന്ന് ഇവിടെ വരുന്നത് വരെയെങ്കിലും എൻ്റെ മോള് സന്തോഷമായിരിക്കട്ടെ. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. ദേവകി ഇതുവരെ അഖിലിനെ കാണാത്തതിൻ്റെ വിഷമത്തിൽ ഇരിക്കുകയാണ്. അതേസമയം പുറത്തേക്ക് പോയ അപ്പു തിരിച്ചു വരികയാണ്. അമ്മേ, നാട്ടുകാരെല്ലാം പറയുന്നത് അഖിൽ സാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നാ. ഇന്നലെ പച്ചക്കറി കടയിൽ നിന്നും തിരുവാഭരണം കണ്ടെത്തിയെന്ന്. ഇത് കേൾക്കുന്ന ദേവകി ഒരു ഞെട്ടലോടെ അപ്പുവിനെ നോക്കുകയാണ്. അമ്മേ, നമുക്ക് അഖിൽ സാറിന്റെ അച്ഛനെ ഒന്ന് വിളിച്ചാലോ? മോൻ പറഞ്ഞത് ശരിയാ. വർമ്മ സാറിനെ അറിയിച്ചാൽ എങ്ങനെയെങ്കിലും നമ്മുടെ അച്ഛനെയും മോനെയും വർമ്മ സാറ് രക്ഷിക്കുമെന്ന് ദേവകി പറയുന്നു. മോനെന്ന് വിളിക്കാൻ പറഞ്ഞ് അപ്പുവിന്റെ കയ്യിലേക്ക് ഫോൺ നൽകുകയാണ് ദേവകി. അങ്ങനെ വർമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും കോൾ എടുക്കുന്നില്ല. തുടർന്ന് അപ്പു കമ്പനിയിലെ ഫോണിലേക്ക് വിളിക്കുന്നു. അതേസമയം കോൾ എടുക്കുന്നത് ഐശ്വര്യ ആയിരുന്നു. അഖില് അറസ്റ്റിലായ വിവരവും ആ വിവരം ആനന്ദവർമ്മയെ അറിയിക്കുന്ന കാര്യവുമെല്ലാം ദേവകി പറയുമ്പോൾ അറിയിച്ചേക്കാമെന്ന് പറഞ്ഞ് ഐശ്വര്യ കോള് കട്ട് ചെയ്യുന്നു. പിന്നെ അവൻ ജയിലിൽ തന്നെ കിടക്കട്ടെ, ശ്യാമയുടെ അഹങ്കാരം അല്പം കുറയുമല്ലോ എന്ന് ഐശ്വര്യ മനസ്സിൽ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. വിഷമത്തോടെ വരാന്തയിലിരിക്കുകയാണ് ദേവകിയും അപ്പുവും. അതേസമയം ശ്യാമ അങ്ങോട്ടേക്ക് വരികയാണ്. ശ്യാമയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് രണ്ടുപേരും. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.